കാരാട്ട് റസാഖിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ നടപടി മുസ്ലിം ലീഗിന് തട്ടകത്തിലെ തോൽവി മറക്കാൻ കഴിയുന്ന രാഷ്ട്രീയ വിജയമായി മാറി. അവസാനഘട്ടത്തിൽ മറുകണ്ഠം ചാടി ലീഗിനെ നാണക്കേടിലേക്ക് തള്ളിവിടുന്ന തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കിയ കാരാട്ട് റസാഖിനോടുള്ള മധുര പ്രതികാരം കൂടിയാണ് ലീഗുകാർക്കിത്. എം.എ. റസാഖ് മാസ്റ്റർക്ക് കൊടുവള്ളി സീറ്റ് നൽകിയതിനെ ചോദ്യം ചെയ്തുയർത്തിയ കലാപത്തിൽ ലീഗ് ആടിയുലഞ്ഞതാണ് ചരിത്രം. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന കാരാട്ട് റസാഖിന്റെ നേതൃത്വത്തിൽ പുകഞ്ഞ അതൃപ്തിയെ ഉപയോഗപ്പെടുത്തിയത് LDF. കാരാട്ടിനെ തങ്ങളുടെ പക്ഷത്തെത്തിച്ച് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ ലീഗ് വിറച്ചു. പിന്നാലെ അരയും തലയും മുറുക്കി എം.എ. റസാഖ് മാസ്റ്ററും ലീഗ് നേതൃത്വവും കളത്തിലിറങ്ങിയിട്ടും മണ്ഡലം കൈവിട്ടു. എം.എ. റസാഖ് മാസ്റ്ററെ ഒപ്പം നിന്നവരിൽ ചിലർ കൂടി അടിവലിച്ചതോടെയായിരുന്നു ലീഗ് കോട്ടയിൽ വിള്ളൽ വീണത്. 573 വോട്ടിന്റെ വിജയം ഇടതുപക്ഷം ആഘോഷമാക്കിയപ്പോൾ പിന്നീട് ലീഗും കാരാട്ട് റസാഖും തമ്മിൽ കലഹത്തിന്റെ നാളുകളായിരുന്നു കൊടുവള്ളിയിൽ. അതുകൊണ്ട് തന്നെയാണ് നിയമ പോരാട്ടത്തിലെ വിജയം ലീഗിന് മധുര പ്രതികാരമായി മാറുന്നത്. കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് ആ തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തി അങ്ങനെ നേടിയ ഒരു വിജയമാണ്. അതുകൊണ്ട് ഈ കോടതി വിധി വളരെ ന്യായമാണ്. കാരാട്ട് റസാഖിനെ മുന്നിൽ നിർത്തി ലീഗിനെ തലകുനിപ്പിച്ച CPM-നും ഹൈക്കോടതി വിധി തിരിച്ചടിയായി മാറി. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു കടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച ഒരാൾ വിജയിച്ച MLA ആയി എന്നുള്ളത് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവുന്ന ഒരു മാനസികാവസ്ഥ ഇപ്പോഴും മുസ്ലിം ലീഗിന് കൈവന്നിട്ടില്ല. ജില്ലയിലെ മുതിർന്ന നേതാവിന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം വ്യക്തിഹത്യയായിരുന്നുവെന്ന് ആശ്വാസം കൊള്ളാൻ വിധിയിലൂടെ ലീഗിനും കഴിയും. പക്ഷേ അപ്പോഴും കൊടുവള്ളിയിലെ രാഷ്ട്രീയത്തിൽ വരുന്നാളുകളിൽ കാരാട്ട് റസാഖ് പക്ഷവും ലീഗും തമ്മിലുള്ള വൈര്യം മൂർച്ഛിക്കാനാണ് സാധ്യത. KR സാജു, മീഡിയ 1 കോഴിക്കോട്.